അയോധ്യ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്ന അതിഥികൾക്ക് ക്ഷേത്രഭൂമിയിലെ മണ്ണ് ഉപഹാരമായി നൽകാനൊരുങ്ങി ക്ഷേത്ര ട്രസ്റ്റ്. ക്ഷേത്ര അടിത്തറയുടെ ഖനന സമയത്ത് വേർതിരിച്ചെടുത്ത പവിത്രമായ മണ്ണാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് സമർപ്പിക്കുന്നത്. രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ദ്രുതഗതിയിലാണ് രാമജന്മഭൂമിയിലെ ഒരുക്കങ്ങൾ മുന്നേറുന്നത്. രാജ്യവ്യാപകമായി 11,000-ലധികം അതിഥികൾക്കാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷേത്ര ട്രസ്റ്റ് ക്ഷണക്കത്തുകൾ അയച്ചത്. ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അവിസ്മരണീയമായ ഉപഹാരങ്ങൾ നൽകാനുള്ള ക്രമീകരണങ്ങളാണ് ട്രസ്റ്റ് ഒരുക്കുന്നത്. ക്ഷേത്ര നിർമ്മാണത്തിന് മുൻപായി അടിത്തറയിൽ ഖനനം നടത്തിയപ്പോൾ മണ്ണ് വേർതിരിച്ചെടുത്തിരുന്നു. രാമജന്മഭൂമിയിൽ നിന്നുള്ള രാംരാജ് എന്നറിയപ്പെടുന്ന പവിത്രമായ ഈ മണ്ണ് ശ്രദ്ധാപൂർവം പെട്ടികളിൽ നിറച്ച് ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് സമർപ്പിക്കും. ആഘോഷങ്ങളുടെ ഭാഗമായി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് അതിഥികൾക്ക് ദേശീയ നെയ്യിൽ നിന്നും പ്രത്യേകം തയ്യാറാക്കിയ മോത്തിച്ചൂർ ലഡ്ഡുവും പ്രസാദമായി വിതരണം ചെയ്യും. ഇതോടൊപ്പം തുളസിയും സരയൂ നദിയിലെ ജലവും മതഗ്രന്ഥങ്ങളും സമ്മാനിക്കും. പ്രതിഷ്ഠാ ദിനത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് ക്ഷേത്രം പിന്നീട് സന്ദർശിക്കുമ്പോൾ പവിത്രമായ മണ്ണ് നൽകുമെന്നും ട്രസ്റ്റ് അറിയിച്ചു. പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 15 മീറ്റർ നീളമുള്ള രാമക്ഷേത്രത്തിന്റെ ചിത്രവും ക്ഷേത്ര ട്രസ്റ്റ് സമ്മാനിക്കും. ക്ഷേത്രത്തിന്റെ ചിത്രം പതിപ്പിച്ച ചണത്തിൽ നിർമ്മിച്ച സഞ്ചിയിലാകും അദ്ദേഹത്തിന് ചിത്രം സമർപ്പിക്കുക. പ്രതിഷ്ഠാ ചടങ്ങിനെത്തുന്ന പ്രധാനമന്ത്രി ശ്രീരാമ ജന്മഭൂമി സമുച്ചയത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന കുബേർ നവരത്ന തിലയും സന്ദർശിക്കുമെന്ന് ട്രസ്റ്റ് അധികൃതർ അറിയിച്ചു. സന്ദർശനത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ നിന്നും എത്തിച്ച വെങ്കലത്തിൽ തീർത്ത ജഡായു പ്രതിമയുടെ അനാച്ഛാദനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ന്യൂസ് ഡെസ്ക് ജനം.